വളരെ സന്തോഷത്തോടു കൂടിയാണ് ഇന്ന് ഈ മഹത്തായ സ്ഥാപനത്തിൽ നിങ്ങളോടൊപ്പം ഞാനും പങ്കെടുക്കുന്നത്. അഭിവന്യ അമ്മയുടെ അനുഗ്രഹത്തോടെ കേരളത്തിലൊട്ടാകെ മാത്രമല്ല ഇന്ത്യയിലൊട്ടാകെ ധാരാളം ആരോഗ്യ പരിപാലനത്തിനുള്ള കേന്ദ്രങ്ങളും വിദ്യാഭ്യാസത്തിനുള്ള വിദ്യാലയങ്ങളും മാതാമന്ദാന്തമയുടെ നേതൃത്വത്തിൽ നമുക്ക് സമൂഹത്തിന് നൽകിയിട്ടുണ്ട്. അത് നമ്മുടെ നാടിന് വെളിച്ചമാണ്, ശക്തിയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇവിടെ അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് കേരളത്തിൽ ആദ്യമായി തുടങ്ങിയ ഏറ്റവും മഹത്തായ ഒരു സ്ഥാപനമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. ഇത് കേരളത്തിൻ്റെ ആരോഗ്യ പരിപാലന രംഗത്ത് വിസ്മയകരമായ മാറ്റത്തിന് നേതൃത്വം കൊടുക്കാൻ കഴിഞ്ഞ ഒരു പ്രസ്ഥാനമാണ്. അതേ തുടർന്നാണ് മറ്റ് ആരോഗ്യ പരിപാലന കേന്ദ്രങ്ങൾ കൊച്ചിയിലും കേരളത്തിലും സ്ഥാപിതമായത്. ഇപ്പൊ ലഹരി പദാർത്ഥങ്ങൾ കിട്ടുന്നില്ല. ഇന്നലെ എറണാകുളം റൂറൽ SP എന്നോട് സംസാരിക്കുകയായിരുന്നു. അത് എന്നോട് സാർ ഇപ്പൊ ലഹരി ഉൽപ്പന്നങ്ങൾ കിട്ടുന്നില്ല. അവരുടെ ഫോൺ ഇന്റർസെപ്റ്റ് ചെയ്യുമ്പോൾ അവർ പറയുന്ന കാര്യം, ഗവൺമെന്റ് വളരെ ഊർജിതമായി ഓപ്പറേഷൻ തുഫാൻ കൊണ്ട് ആരംഭിച്ചിരിക്കുന്നു. അതുകൊണ്ട് തൽക്കാലം നമ്മൾ സൈലന്റ് ആകണം. ഇത് വിതരണം നടത്തുന്നത് നിർത്തണം. അല്പം കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ആരംഭിക്കാം. ഇപ്പം നമ്മൾ സ്വസ്ഥമായിരിക്കുക. ഇപ്പോഴും ഈ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കുക. ഞാൻ അവരെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു, ലഹരി മാഫിയയുടെ വേരറക്കുന്നത് വരെ കേരള പോലീസ് അതിശക്തമായി തന്നെ മുന്നോട്ട് പോകുമെന്നുള്ള കാര്യം ഞാൻ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. കേരള പോലീസിൽ ഞങ്ങൾ ഒരു പ്രത്യേക വിങ് തന്നെ ഉണ്ടാക്കുന്നുണ്ട്. അതിനാവശ്യമായ എല്ലാ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസും കൊടുത്തുകൊണ്ട് കേരള പോലീസിൽ നർക്കോട്ടിക് ഇതിനെ തടയാൻ വേണ്ടിയിട്ടുള്ള പ്രത്യേക ഒരു വിങ് തയ്യാറാക്കി അതിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. നർക്കോട്ടിക് ഈസ് എ പറയൂ, ഉറക്കെ പറയൂ. ആ പറഞ്ഞ വ്യക്തിയാണ് ഇതിൻ്റെ ആദ്യത്തെ തുഫാൻ വാരിയറായി പ്രവർത്തിക്കാൻ നമ്മളോട് സമ്മതിച്ചിട്ടുള്ളത് ശ്രീ മോഹൻലാൽ. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നിന്ന് ഈ പ്രവർത്തനങ്ങൾ ശക്തമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ എല്ലാവരെയും ഈ യോഗത്തിൽ വെച്ച് ഞാൻ തുഫാൻ വാരിയറായി പ്രഖ്യാപിക്കാൻ ഈ അവസരം വിനിയോഗിക്കുന്നു.